ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത്ത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാർഡ് 70 ഡേ ചലഞ്ചിൻ്റെ ഡേ 27 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 27 ദിവസം ഇന്ന് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ലാസ്റ്റത്തെ 70 ഡേയ്സ് പ്രിലിംസിനെ നമ്മൾ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്ത് പ്ലാൻ ചെയ്താണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ ഡെയിലി ടോപ്പിക്കുകളും ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ നോട്ടും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ചാനലാണ്. ഇതിൽ തന്നെ നമ്മൾ സിവിൽ സർവീസ് റിലേറ്റഡ് കണ്ടന്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നോട്ട്സും ഇതേപോലത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്. അത് നമുക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും, നിങ്ങൾ അത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇന്നെന്ന് പറയുന്നത് 27 ദിവസമാണ്. ഇന്ന് നമുക്ക് എൻവയോൺമെൻ്റ് ആണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. ഇത് റിവിഷൻ ടെക്നിക്കാണ്. ഞാൻ ഓൾറെഡി ഇത് നേരത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഹാർഡ് 70 ഡേ ചലഞ്ചിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോസിലും ഇതെന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, റിവൈസ് ചെയ്യുക നന്നായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു നാഷണൽ പാർക്കിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ ചെയ്യാം. ബേസിക്കായിട്ട് ഞാൻ ഒരു 3 വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം. സമയം കിട്ടിയാലേ ചെയ്യുള്ളൂ. ആദ്യം എന്ന് പറഞ്ഞാൽ ബേസിക്സ് എന്ന് പറയുമ്പോൾ അത് എന്താണ് എൻവയോൺമെൻറ്റ്, എന്താണ് എക്കോളജി, പിന്നെ ബേസിക് ആയിട്ടുള്ള അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷൻ, അതുപോലെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സസ്റ്റൈനബിൾ എനർജി, അങ്ങനത്തെ ബേസിക് കുറേ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും അതുള്ളൂ. അടുത്ത രണ്ടാമത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം അതിൽ വരുന്ന ആക്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ, ലെജിസ്ലേഷൻസ്, ഇപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, കോസ്റ്റൽ റെഗുലേഷൻ ആക്ട്, അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ കവർ ചെയ്തുകൊണ്ടും, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇപ്പോൾ UNFCCC ആയാലും UNCED ആയാലും UNDP ആയാലും, പിന്നെ അതുപോലെ തന്നെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ COP28 ആണ് ഇപ്പോൾ നടന്നത്, അതൊക്കെ ആഡ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ഒക്കെ ആഡ് ചെയ്തുള്ള അങ്ങനെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആക്റ്റുകളുടെ ഒരു സെഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നാഷണൽ പാർക്സ്, പിന്നെ അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സ്, ടൈഗർ റിസർവ്സ്, ഇത്രയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യണം. അതായത് എല്ലാ നാഷണൽ പാർക്കുകളും, എല്ലാ ടൈഗർ റിസർവ്സും, എല്ലാ ബയോസ്ഫിയർ റിസർവ്സും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ബാക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കണില്ല, കാരണം 500 സംതിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റാംസാർ സൈറ്റ് എല്ലാം നോക്കണില്ല, പുതിയതായിട്ട് ആഡ് ചെയ്ത് മാത്രം. ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, റാംസാർ സൈറ്റൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തത് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ആയതെന്നും, പിന്നെ ഇപ്പോൾ ന്യൂസിലുള്ള ഏതൊക്കെ നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സെഞ്ചുറീസൊക്കെ ഉണ്ടെന്ന് കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്ത് മാപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പ്ലോട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് സ്പീഷീസ്. കാരണം ഇതിൻ്റെ കൂടെ പഠിച്ചാലേ നമുക്കത് ഓർമ്മ കിട്ടുള്ളൂ. ഇഷ്ടംപോലെ സ്പീഷീസ് കാണും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഏത് റെഡ് ഡേറ്റ ബുക്കിൽ ഏതാണ് അവരുടെ എൻഡേഞ്ചേർഡ് ആണോ, അല്ലെങ്കിൽ വൾണറബിൾ ആണോ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണോ, അപ്പോൾ അതിൽ തന്നെ ആ കാറ്റഗറിയിൽ വയ്ക്കണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ അതും കൂടെ സ്പീഷീസും കൂടെ മാപ്പ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള മാപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടെ വരും. അങ്ങനെ 3 വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എൻവയോൺമെൻറ്റ് ഒരു ഹോളിസ്റ്റിക് കവറേജ് കിട്ടും. ഇത് റിവിഷൻ വീഡിയോ വരെ നമുക്ക് ചെയ്യാം, എന്നാലും നമുക്ക് ഒരു കംപ്ലീറ്റ് കവറേജ് കിട്ടുന്ന രീതിക്ക് തന്നെ ഞാൻ പ്ലാൻ ചെയ്യാം. പക്ഷേ ആദ്യം എനിക്കിത് കവർ ചെയ്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി തീർന്നിട്ട് ഞാൻ പതുക്കെ അത് ചെയ്യാം. ഓക്കെ, ആ സമയം കിട്ടുമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കറണ്ട് അഫയേഴ്സ് 30 മുതൽ 60 പേര് വെച്ച് ജാനുവരി എത്തി. ഞാൻ പറയുന്നത് നമ്മൾ ഫെബ്രുവരി വരെയാണ് കറണ്ട് അഫെയർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നത് നമുക്ക് മാർച്ചും കൂടെ സെയിം മെത്തേഡ് വെച്ച് ചെയ്യാം. ഓക്കെ, മാർച്ചും കൂടെ നമുക്ക് കാരണം മാർച്ചിൻ്റേതും കൂടെ മന്ത്ലി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ PT 365 അപ്ഡേറ്റഡ് PT 365 പാർട്ട് 1 മാർച്ച് ഇൻക്ലൂഡഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ മാർച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നോക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ മന്ത്ലി നോക്കാം. എന്നിട്ട് PT 365 അപ്ഡേറ്റഡ് പാർട്ട് 2 വരും. അതിൽ മിക്കവാറും ഏപ്രിലായിരിക്കും കവേർഡ്. മെയ്യിൽ ഇറങ്ങുമെന്തോ, ഏപ്രിലായിരിക്കും കവേർഡ്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കി എന്ത് ചെയ്യാം, മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അഥവാ അത് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ ഏപ്രിലെ മന്ത്ലിയും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിന് നന്നായിട്ട് പഠിച്ചത് റിവിഷൻ കൂടെ വരണം എന്നുള്ളതുകൊണ്ട് സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കറണ്ടിനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിനെയും കൂടെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവണം നമുക്ക് PYQ ഇൻറ്റഗ്രേഷൻ കൂടെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. പിന്നെ CSATൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടോപ്പിക്, അതായത് നമ്പർ സിസ്റ്റവും പെർമിറ്റേഷൻ കോമ്പിനേഷനും പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ അത് നോക്കുക. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് ആണ്. ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും ലോജിക്കൽ റീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ PYQ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മളെ PYQ ലോജിക്ക് വെച്ചും എളുപ്പമുള്ള ബേസിക് ലോജിക്ക് വെച്ചും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഐഡൻറ്റിഫൈ.
അത് തന്നെയാണ് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ PYQ 1-2 പ്രാവശ്യം കറക്റ്റായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അതാണ് ഈ ഒരു മാത്തമാറ്റിക്സ് സെക്ഷൻ്റെ അല്ലെങ്കിൽ റീസണിങ് മാത്തമാറ്റിക്സ് സെക്ഷൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള സമയമാണ് നമ്മൾ മാക്സിമം ഡിവോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത നമ്മുടെ RC. ഓക്കെ, റീഡിങ് കോമ്പ്രഹൻഷൻ നമുക്കറിയായിരിക്കും. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെയും PYQ പല ടൈപ്പ്, ഇൻഫറൻസ് ഏതാണ്, കൊറോളറി എന്താണ്, അസംഷൻ എന്താണ്, കൺക്ലൂഷൻ എന്താണെന്നോ ഓരോ ടൈപ്പ് മനസ്സിലാക്കി അതിൽ നിന്നായിരിക്കും നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. അവിടെയും PYQ ആണ്. കാരണം UPSC എങ്ങനെയാണ് ആൻസർ കീ കൊടുക്കുന്നതെന്നും കുറച്ച് വ്യത്യാസമാണ്. സാധാരണ നമ്മൾ കിട്ടുന്ന ആൻസറിനുമായിട്ട് ശകലം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് UPSC എങ്ങനെയാണ് ആൻസർ കീ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു കോമൺ സെൻസിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ MCQ ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ ഒരു 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രമേ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റുകൾ. ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം മേക്ക് ഷുവർ ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ടാർഗറ്റുകൾ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.